അത് ഞാനെടുത്തൊന്ന് മറിക്കും. ഒരത്യാവശ്യം വന്നോണ്ടാ. അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇല്ലില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഉടനെ ഒന്ന് ഞെട്ടേണ്ട കാര്യം വരുന്നുണ്ട്. നമ്മുടെ തിരുമുറ്റത്തെ മൂപ്പിൽസ് കാറ്റ് പോകാറായി കിടക്കുക. ഇല്ലില്ല, കാറ്റ് പോയില്ല, ഉടനെ പോകും. വയസ്സനല്ലേ. ഞാൻ അറിയിക്കാം. പിന്നെ ഹെലികോപ്റ്ററിൽ തന്നെ വന്നാ മതി. നമ്മുടെ ധാരാളം വോട്ടേഴ്സ് ഉള്ള വലിയൊരു തറവാടാണത്. വേണ്ട വേണ്ട വേണ്ട, ചത്തിട്ട് വന്നാ മതി. അതിന് മുമ്പേ വന്നാ നമ്മുടെ വില പോവും. എന്നാ വെക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഹോം മിനിസ്റ്ററാ, ഞാന് നിങ്ങളെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. ആ കൂട്ടത്തിൽ മിനിസ്റ്ററെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഇരിക്കേ. എനിക്ക് മനസ്സിലായില്ലല്ലോ. ആര്? എന്നെയോ? ഇദ്ദേഹമാണ് ശ്രീമാൻ നീരേറ്റുപുരം നാരായണൻകുട്ടി. നീരേറ്റുപുരം അച്ഛന്റെ പേരായിരിക്കും. അല്ല, സ്ഥലപ്പേരാ. കോത്താഴം കഴിഞ്ഞ് അടുത്ത. ഓ, കേട്ടിട്ടുണ്ട്. നീരേറ്റുപുരം നാരായണൻകുട്ടി, ഹോം മിനിസ്റ്ററുടെ വലം കൈ അല്ലേ? യാ യാ. എനിക്ക് മുമ്പ് ഇവിടെ നിന്ന് സബ് ഇൻസ്പെക്ടറെ പൊക്കിയത് സാറായിരുന്നു അല്ലേ? യെസ്. അയാളെ പൊക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയേറെ ക്ഷമിച്ചു നോക്കി. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അയക്കൊരു സൂക്കേടുണ്ട്. ഭരണകക്ഷിക്കാരുടെ ആളാണെന്ന് പറഞ്ഞാൽ കൂടുതലടി, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ചിടി. അത് കൊള്ളാമല്ലോ. പല പ്രാവശ്യം വാർണിംഗ് കൊടുത്തു, ഞാൻ പൊക്കുവേ പൊക്കുവേ എന്ന്. കേട്ടില്ല. അവസാനം ഹോം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു, പൊക്കിക്കോന്ന്. ദേ തൂക്കിയെടുത്ത് വണ്ടം മേട്ടിലേക്ക് ഒരു എറിയും കൊടുത്തു. അവിടെ കട. ഞാൻ കേട്ടിട്ടുണ്ട്. സാറിപ്പോ ഇവിടെ വിശേഷിച്ച് ഞങ്ങളുടെ ഒരാളിനെ ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് അറിഞ്ഞു. വിട്ടുകളാ. ആളാരാണാവോ? അകത്ത് കിടക്കുന്ന ആള് തന്നെ. ഞങ്ങളുടെ ഒരു സ്ട്രോങ് വർക്കറാ, ശേഖരൻ. അവന്റെ പേരില് ഞാൻ ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. കേസോ? എന്തിന്? 4 കൂടിയ കവലയെന്ന് പെണ്ണുങ്ങളെ കമന്റ് അടിച്ചതിന് ഇന്ന് കോടതി ഹാജരാക്കും. അപ്പൊ ഒരു വക്കീലിനെ കൊണ്ടുവന്നാല് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോവാ. അതാണ് നിയമം. കോടതി നിയമമൊക്കെ കളയണം മിസ്റ്റർ. ഇതേ ഹോം മിനിസ്റ്ററുടെ പ്രശ്നമാ. സാറിന്റെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിരാമൻ. മിസ്റ്റർ കുഞ്ഞിരാമന് ശ്രീധനം കിട്ടിയ വകയാണോ ഈ കോടതി നിയമമൊക്കെ? നിങ്ങൾ എന്റെ തന്തയ്ക്കാണ് പറഞ്ഞത്. കുഞ്ഞിരാമൻ തന്റെ തന്തയാണെന്നല്ലേ പറഞ്ഞേ? നിങ്ങളുടെ മുൻഗാമിയുടെ കഥ മറക്കരുത്. വണ്ടമ്മേട് അല്ലേ? സാറൊന്ന് എഴുന്നേറ്റെ കാണട്ടെ. കാണാൻ എന്തോന്ന്? എഴുതേക്കണോ? എന്നോടാണോ? ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം മിനിസ്റ്ററുടെ പേരും പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ വന്നാൽ ചവിട്ടി എന്റെ നട്ടൽ ഒടിച്ചോളെ. മനസ്സിലായി. മനസ്സിലായെന്ന്? മനസ്സിലായേ. മേലാൽ ഈ കോമ്പൗണ്ടിൽ കിടക്കുകയോ ഈ ഫോണിൽ തൊടുകയോ ചെയ്താൽ എന്ത് ചെയ്യും? കൈ വെട്ടിക്കളയും. കൈയും കാലും വെട്ടിക്കളയും. അല്ല, നിന്റെ മുടിയും പുരിയും മീശയും വടിച്ചളഞ്ഞിട്ട് തൂക്കിയെടുത്ത് ലോക്കപ്പിലിടും. മനസ്സിലായോ? ആയേ. വാ, കൈ രണ്ടും നില വെക്ക്. വലത്തെ കാലം വെക്ക. വലത്തെ കാലം വെക്കണം. ശേഷം കഴിയുന്നതിനും വരെ ഒറ്റക്കാലം ഞൊണ്ടിപ്പോ. ഡയറി ഡയറി. ഒന്ന് പിള്ളേ, ഈ കസേര എടുത്താത്ര മേല ഇതുപോലുള്ളവന്മാരെ സ്റ്റേഷന്റെ അകത്ത് കയറ്റിയ